കണ്ണൂരിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ എത്തുകയാണ്. കണ്ണൂരിലും പാദപൂജ എന്ന പേരിൽ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് കാൽ കഴുകിച്ചു. ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് ഈ സംഭവം. മുതിർന്ന അധ്യാപകന്റെ കാലാണ് കുട്ടികളെ ഉപയോഗിച്ച് കഴുകിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഇതിപ്പോൾ കാസർഗോഡ്, ആലപ്പുഴയിൽ, ഇപ്പോഴിതാ കണ്ണൂരിലും അധ്യാപകരുടെ കാൽ കഴുകിച്ചിരിക്കുന്നു കുട്ടികളെ ഉപയോഗിച്ച് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഈ സ്കൂൾ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂൾ അല്ലേ? ഇതും ഈ പറയുന്നത് പോലെ സംഘപരിവാർ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളാണോ? അത്തരത്തിലുള്ള മാനേജ്മെന്റ് ആണോ അവിടെ ഉള്ളത്? തീർച്ചയായും മനു, അത് തന്നെയാണ്. സംഘപരിവാറിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സ്കൂൾ തന്നെയാണ് ശ്രീകണ്ഠപുരത്തെ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂള്. വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലും അധ്യാപകരെ കാൽ കഴുകി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിരമിച്ച അധ്യാപകൻ ശശിധരൻ മാസ്റ്ററുടെ കാൽ കുട്ടികളെ കൊണ്ട് കഴുകിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനുശേഷം ഈ ഗുരുപൂർണിമയെ കുറിച്ച് ഈ അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും ഇത്തരത്തിൽ പാദസേവ, കാൽ കഴുകേണ്ടതിന്റെ പ്രാധാന്യവും മറ്റും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ എന്ത് പ്രാധാന്യമാണ് സന്തോഷ ഇവര് ഈ അധ്യാപകന്റെ കാൽ കഴുകിക്കുന്നതിന് വേണ്ടി പറയുന്നത്? എന്ത് പ്രാധാന്യത്തിന്റെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ കൊണ്ട് ഈ കാൽ കഴുകിപ്പിക്കുന്നത്? അവരുടെ വിശദീകരണം അതിൽ എന്താണ്? തീർച്ചയായും അത് തന്നെയാണ്. അത് ഈ ചെയ്യിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൂടി നിറയ്ക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഉദ്ദേശശുദ്ധി എന്നുള്ള തരത്തിലാണ് അതിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഒരു വിശദമായ ക്ലാസും കുട്ടികൾക്ക് നൽകിയത്. തീർച്ചയായും ഇതൊരു ആശയ പ്രചരണത്തിന്റെ ഭാഗമായി അങ്ങോളം ഇങ്ങോളം സംസ്ഥാനത്ത് നടന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഗുരുപൂർണിമ ആയതുകൊണ്ടാണോ ഈ നാടൊട്ടുക്ക് സംഘപരിവാർ സ്കൂളുകളിൽ ഇത്തരത്തിൽ ഈ കാലുകഴിക്കൽ പരിപാടി നടക്കുന്നത്? അതൊരു ദിവസത്തിലായിരുന്നു എല്ലാ സ്ഥലത്തും സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത്. പ്രത്യേകിച്ചും സംഘപരിവാറിന്റെ ആശയങ്ങൾ കൊണ്ട് നടക്കുന്ന സ്കൂളുകളിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. ആദ്യം കാസർഗോഡ് നിന്നും കൈരളി ന്യൂസാണ് അതിന്റെ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ, ആലപ്പുഴയിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള സംഭവം. ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക്, വിദ്യാഭ്യാസ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങൾ പെടുത്തിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടോ നടപടികൾ? തീർച്ചയായും ഈ പ്രാദേശികമായി ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയുള്ള സംഭവങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലുണ്ട്. അദ്ദേഹം ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ശരി, എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലും കുട്ടികളെ കൊണ്ട് അധ്യാപകന്റെ കാൽ കഴുകിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുപൂർണിമ എന്നോ മറ്റോ പറയുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ കാൽ കഴുകിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന പുണ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായ പ്രസംഗമടക്കം അവിടെ നടത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ആശയങ്ങൾ ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കയറ്റുകയാണ്. അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, ശ്രീകണ്ഠാപുരത്ത്, ഒപ്പം തന്നെ മാവേലിക്കരയിലൊക്കെ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സ്കൂളുകളിലാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അധ്യാപകരുടെ, വിരമിച്ചു പോയ മുതിർന്ന അധ്യാപകരുടെ ഒക്കെ കാലുകൾ കഴുകിപ്പിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഒരു തരത്തിലും കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയെന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്കൊന്നും പരിചിതമില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാനുള്ള വലിയ ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുവെന്ന് വേണം കരുതാൻ. വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് സന്തോഷ് നൽകിയത്.